ഉദ്ദാലക അരുണി ഋഷിയാകുന്നതിന് മുൻപുള്ള വിദ്യാഭ്യാസ കാലഘട്ടത്തിലുള്ള കഥയാണിത്. ഇക്കഥ ഒരു മാതൃകയും പ്രചോദനവും ശാശ്വതമായ പ്രേരണയുമാണ്. ഗുരു ശിഷ്യനെ ഗർഭപാത്രത്തിലെന്ന പോലെ അവന്റെ ആന്തരികത്തിൽ മുറുകെ പിടിച്ച് ആത്മാവിൽ സന്നിവേശിക്കുകയും അവന് ഒരു പുതിയ ജന്മം നൽകുകയും ചെയ്യുന്നു. ഇതിനെ ജ്ഞാനത്തിന്റെ പുനർജന്മം എന്നാണ് വിളിക്കുന്നത്. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഈ ആശയം അതിന്റെ ബാഹ്യരൂപങ്ങളെ രൂപപ്പെടുത്തണം. ഒരു വിദ്യാർത്ഥി അധ്യാപകനെ സ്വയം കണ്ടെത്തണം. അവർ തന്റെ ഗുരുവിന്റെ കുടുംബത്തിലെ ഒരു അംഗമായി അദ്ദേഹത്തോടൊപ്പം ജീവിക്കുകയും അതോടൊപ്പം ശിഷ്യനെ ഗുരു തന്റെ മകനായി പരിഗണിക്കുകയും വേണം. വിദ്യാലയം പ്രകൃതിദത്തമായ ഒരു രൂപീകരണമാണ്, കൃത്രിമമായി രൂപീകരിക്കപ്പെട്ടതല്ല. ഇതൊരു സന്യാസി മഠമാണ്. നഗര ജീവിതത്തിന്റെ ശല്യങ്ങൾക്കപ്പുറം ഏകാന്തതയിലും നിശബ്ദതയിലും പ്രവർത്തിക്കുന്നു. അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള നിരന്തരവും അഗാധവുമായ ബന്ധം ഈ വിദ്യാഭ്യാസത്തിന് അത്യന്താപേക്ഷിതമാണ്. ശിഷ്യൻ അധ്യാപകന്റെ ആന്തരിക രീതിയും